ഹായ് വെൽക്കം ഓൾ ടു ലെറ്റ്സ് യൂസ് എഡ്യൂ ടിപ്സ്. എല്ലാ PSC ഉദ്യോഗാർത്ഥികൾക്കും ലെറ്റ്സ് യൂസ് എഡ്യൂ ടിപ്സിലേക്ക് സ്വാഗതം. നമ്മൾ പ്രിപ്പയർ ചെയ്യുന്ന വരാൻ പോകുന്ന LDC, LGS, CPO എന്നിങ്ങനെയുള്ള എക്സാമിനേഷന് വേണ്ടിയിട്ടാണ്. അതിന്റെയൊക്കെ ഭാഗമായിട്ട് സ്റ്റാർട്ട് ചെയ്താണ് 150 ടോപ്പിക്സ്, മോസ്റ്റ് ഇമ്പോർട്ടന്റ് 150 ടോപ്പിക്സ് ഫോർ അപ്കമിങ് PSC എക്സാമിനേഷൻ. അപ്പൊ അതാണ് നിങ്ങൾക്ക് നല്ല മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റണം. വളരെ സ്മാർട്ടായിട്ട് വർക്ക് ചെയ്തിട്ട് സ്മാർട്ടായിട്ട് തന്നെ മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് നമ്മൾ ഈ ക്ലാസ്സുകൾ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. അപ്പൊ ഇന്നത്തെ ഈ ക്ലാസ്സിൽ നമ്മൾ ചെയ്തിരിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ക്ലാസ് ആണ്. നിങ്ങളൊരു 10 ക്വസ്റ്റ്യൻ പേപ്പർ എടുത്ത് നോക്കിയാൽ 8 ക്വസ്റ്റ്യൻ പേപ്പറിൽ നമുക്ക് കാണാൻ പറ്റും ഇങ്ങനെയുള്ള ഒരു ചോദ്യം ഇവിടുന്ന്. അപ്പം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൽ നമ്മൾ എക്സാം ഓറിയന്റഡ് ആയിട്ട് എന്തെല്ലാം അറിയണം, ഒരു സ്മാർട്ട് വർക്കിലൂടെ നമുക്ക് എങ്ങനെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് പഠിക്കാം എന്നുള്ളത് നോക്കാം. 1885 ഡിസംബർ 28-നാണ് എന്ത് ഫോം ചെയ്യുന്ന ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് അല്ലെങ്കിൽ INC രൂപീകരിക്കപ്പെടുന്നത്. INC രൂപീകരിക്കപ്പെടുന്നത് ഗോകുൽദാസ് തേജ്പാൽ സംസ്കൃത കോളേജിലായിരുന്നു. ഇതിന്റെ ആദ്യത്തെ മീറ്റിംഗ് നടക്കുന്നത് ബോംബെയിലാണ്. തേജ്പാൽ സംസ്കൃത കോളേജ്. അപ്പം ഈ INCയുടെ രൂപീകരണത്തിന് കാരണമായത് ഒരു ഇംഗ്ലീഷുകാരനാണ്. അദ്ദേഹമാണ് ആര്? AO ഹ്യൂം. നമുക്ക് വേണമെങ്കിൽ പറയാം INCയുടെ ഫൗണ്ടർ അല്ലെങ്കിൽ INCയുടെ പിതാവ് എന്നൊക്കെ നമുക്ക് ആരെ പറയാം? AO ഹ്യൂമിനെ പറയാം. അപ്പം INC രൂപീകരിച്ച വ്യക്തിയാണ് AO ഹ്യൂം. ഈ AO ഹ്യൂം തന്നെയായിരുന്നു INCയുടെ സ്ഥാപക സെക്രട്ടറി. അപ്പൊ നമ്മൾ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം തന്നെ നമ്മുടെ SCERT ടെക്സ്റ്റ് ബുക്കിലുണ്ട്. അപ്പൊ നമുക്ക് നേരത SCERT ടെക്സ്റ്റ് ബുക്കിലുള്ള ഒരു കുറച്ച് കാര്യങ്ങളും കൂടി പറഞ്ഞിട്ട് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള INC സെഷനും അതിന്റെ പ്രസിഡന്റുമാരും എവിടെ വെച്ചിട്ടാണ് ആ സെഷൻ നടന്നെന്നുള്ള കാര്യവും കൂടി അറിയണം. അതിലേക്ക് പോകാം. ശ്രദ്ധിക്കുക, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ഉദയത്തെ കുറിച്ചാണ് പറയുന്നത്. 1885 ഡിസംബർ 28 ബോംബെയിലെ തേജ്പാൽ സംസ്കൃത കോളേജിലെ വിശാലമായ മുറി. ഇന്ത്യയുടെ വിവിധ പ്രദേശങ്ങളിൽ നിന്നുള്ള 72 പേർ ഒത്തുകൂടിയിരിക്കുന്നു. അവർ പല വേഷക്കാരും പല മതക്കാരും പല ഭാഷക്കാരുമായിരുന്നു. വ്യത്യസ്ത സംഘടനകളെ പ്രതിനിധീകരിച്ചെത്തിയ അവർ WC ബാനർജിയുടെ അധ്യക്ഷതയിൽ യോഗം ചേർന്നു. AO ഹ്യൂം എന്ന മുൻ ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥനാണ് ഇത്തരം ഒരു യോഗം വിളിച്ചുകൂട്ടുവാൻ മുൻകൈയെടുത്തത്. ഈ യോഗത്തിൽ വെച്ച് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് രൂപീകരിക്കപ്പെട്ടു. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനെ രൂപീകരിക്കാനായിട്ട് മുൻകൈയെടുത്ത വ്യക്തിയാണ് AO ഹ്യൂം എന്ന് പറയുന്നത്. അത് നമുക്കറിയാം, ബോംബെയിലെ തേജ്പാൽ സംസ്കൃത കോളേജിൽ വെച്ചിട്ടായിരുന്നു ആദ്യ യോഗം കൂടുന്നതും, അല്ലെ? ആദ്യ യോഗത്തിലെ പ്രസംഗത്തിൽ നിന്ന് ഇന്ത്യയിലെ ഭരണ സംവിധാനം കുറെ കൂടി പരിഷ്കൃതമാകണമെന്നും നമ്മെയും ഭരണത്തിൽ പങ്കാളികളാക്കണമെന്നും നാം ആഗ്രഹിക്കുന്നു എന്ന് പ്രസംഗത്തിൽ പറഞ്ഞത് WC ബാനർജിയാണ്. വേണമെങ്കിൽ PSC ഇതിക്ക് നമുക്ക് കോട്ട് തന്നിട്ട് ഇതാര് പറഞ്ഞു എന്നൊക്കെ നമ്മളോട് ചോദിക്കാം. അതുകൊണ്ട് ഈ ഒരു ഭാഗം നിങ്ങളൊന്ന് ഓർത്തു വെച്ചേക്കണം. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ആദ്യ സമ്മേളനത്തിൽ പങ്കെടുത്തവരുടെ പിക്ചറാണ് ഈ തന്നിരിക്കുന്നത്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പ്രധാന ലക്ഷ്യങ്ങൾ ഇപ്രകാരമായിരുന്നു: ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള രാഷ്ട്രീയ പ്രവർത്തകർക്കിടയിൽ സൗഹൃദ ബോധം വളർത്തുക, ജാതി മത പ്രാദേശിക ചിന്തകൾക്ക് അതീതമായി ദേശീയ ബോധം വളർത്തുക, ഇന്ത്യക്കാരുടെ പ്രശ്നങ്ങൾ അധികാരികളുടെ ശ്രദ്ധയിൽപ്പെടുത്തുക. അപ്പൊ ഇതൊക്കെയായിരുന്നു കോൺഗ്രസിന്റെ പ്രധാന ലക്ഷ്യങ്ങള്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ രൂപീകരണത്തോടെ ബ്രിട്ടീഷ് വിരുദ്ധ സമരത്തിന് സംഘടിത സ്വഭാവം കൈവന്നു. ബ്രിട്ടീഷ് ആധിപത്യത്തിനെതിരെ നടന്ന സംഘടിത പ്രക്ഷോഭങ്ങളെ നമുക്ക് ദേശീയ പ്രസ്ഥാനം എന്ന് വിളിക്കാം. ഇനി നമുക്ക് കാണാനുള്ളത് കുറച്ച് പ്രധാനപ്പെട്ട മീറ്റിംഗ് നടന്ന സ്ഥലങ്ങളും അവയുടെ പ്രസിഡന്റുമാരെ നമ്മൾ മനസ്സിലാക്കണം. അതിലേക്ക് പോകാം. ഇവിടെ നമ്മൾ പറഞ്ഞു പോകുന്നത് പ്രധാനപ്പെട്ട INC മീറ്റിങ്ങുകളെ കുറിച്ചാണ്. 150 ടോപ്പിക്സ് ആയതുകൊണ്ടാണ് അങ്ങനെ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. നിങ്ങൾക്ക് INCയുടെ വളരെ വൃത്തിയുള്ള ക്ലാസ്, അതായത് ഫുൾ ഡീറ്റെയിൽസ് ഇറങ്ങിയ ക്ലാസ് വേണമെങ്കിൽ അതിന്റെ ലിങ്ക് ഞാൻ ഇതിന്റെ കമന്റ് ബോക്സിൽ പിൻ ചെയ്തിട്ടേക്കാം. അത് നോക്കുക. അത് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് INCയുടെ മുഴുവൻ വിവരങ്ങളും എല്ലാ കാര്യങ്ങളും വളരെ ഡീറ്റെയിൽ ആയിട്ട് കിട്ടും. ഇപ്പോൾ 150 ടോപ്പിക്സിൽ ഞാൻ INC ഉൾപ്പെടുത്തിയുള്ളൂ. ഇതിനെ കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് പഠിക്കണമെങ്കിൽ പഠിക്കണം. അപ്പൊ അതിന് നിങ്ങൾ ഈ കമന്റ് ബോക്സിൽ ഞാൻ ലിങ്ക് ഇട്ടിട്ടുണ്ട്. ആ ലിങ്ക് ഓപ്പൺ ചെയ്ത് ഒന്ന് പഠിച്ചേക്കണം കേട്ടോ. എന്നിട്ട് ഒന്ന് കമന്റും കൂടി ചെയ്തേക്കണം. കാരണം പുതിയ ആൾക്കാർ എത്ര പേര് അത് കാണുന്നുണ്ട്, ക്ലാസ് ആദ്യമായിട്ട് കണ്ടവരുണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്തേക്കുക. ഇവിടെ നോക്കൂ, 1885 നമ്മൾ പഠിക്കണം. കാരണം INCയുടെ പ്രഥമ സമ്മേളനം നടന്നതാണ്. INCയുടെ പ്രഥമ സമ്മേളനം നടന്നത് ബോംബെയിലാണ്. പഠിക്കേണ്ട കാര്യങ്ങൾ മാത്രമേ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളൂ. അപ്പൊ 1885 INCയുടെ പ്രഥമ സമ്മേളനം നടന്നത് ബോംബെയിലായിരുന്നു. WC ബാനർജി ആയിരുന്നു പ്രഥമ സമ്മേളനത്തിന്റെ അധ്യക്ഷൻ. ഇനി അടുത്തത് INCയുടെ രണ്ടാം സമ്മേളനം നടന്നത് 1886 കൽക്കട്ടയിൽ വെച്ചായിരുന്നു സെഷൻ നടന്നത്. ഇതിന്റെ പ്രസിഡന്റ് ദാദാഭായ് നവറോജി.
ദാദാഭായ് നവറോജി ഒരു പാഴ്സി വംശജനാണ്. ബ്രെയിൻ ഡ്രെയിൻ തിയറി ആവിഷ്കരിച്ചതും ആരാണ്? ദാദാഭായ് നവറോജി ആണെന്ന് നിങ്ങൾക്കറിയാം അല്ലെ. അപ്പൊ ഓർത്തു വെക്കുക, ആദ്യ പ്രസിഡന്റ് WC ബാനർജി, രണ്ടാമത്തെ പ്രസിഡന്റ് ദാദാഭായ് നവറോജി അല്ലെ. അപ്പം 1885 രൂപീകരിച്ചത്. പ്രഥമ സമ്മേളനമൊക്കെ നടക്കുകയാണ് ബോംബെയില്. ഇപ്പൊ നിങ്ങൾ എപ്പോഴും വർഷം, സമ്മേളനം നടന്ന സ്ഥലം, പ്രസിഡന്റുമാര് ഇത്രയും നന്നായിട്ട് പഠിക്കണം. ഞാൻ വീണ്ടും പറയുന്നു, മോസ്റ്റ് ഇമ്പോർട്ടന്റ് മാത്രമേ ഞാൻ എഴുതുന്നുള്ളൂ. അപ്പൊ രണ്ട് കാര്യങ്ങൾ പഠിച്ചു. 1885 സ്ഥലം ബോംബെ, പ്രസിഡന്റ് WC ബാനർജി. 1886 സമ്മേളനം നടന്നത് കൽക്കട്ട, പ്രസിഡന്റ് ദാദാഭായ് നവറോജി. അടുത്തത് 1887 പഠിക്കണം, കാരണം മദ്രാസിൽ വെച്ചിട്ടാണ് സെഷൻ നടക്കുന്നത്. നമുക്ക് പറയാൻ പറ്റും ആദ്യമായിട്ട് സൗത്ത് ഇന്ത്യയിൽ നടന്ന ഒരു സമ്മേളനമാണെന്ന് പറയാം. ബദ്രുദ്ദീൻ തിയാബ്ജി, ആദ്യത്തെ മുസ്ലിം പ്രസിഡന്റ് ഓഫ് INC ആണ് ആര്? ബദ്രുദ്ദീൻ തിയാബ്ജി. അപ്പം 1887 INC സമ്മേളനം നടക്കുന്ന മദ്രാസിലാണ്. ബദ്രുദ്ദീൻ തിയാബ്ജി ആയിരുന്നു അതിന്റെ പ്രസിഡന്റ്. നാലാമത്തെ സെഷൻ നടക്കുന്നത് 1888 അലഹബാദിൽ വെച്ചിട്ടാണ്. ഇതിന്റെ ഇമ്പോർട്ടൻസ് എന്താന്ന് വെച്ചാൽ ജോർജ് യൂൾ ആണ് INC പ്രസിഡന്റ്. INC പ്രസിഡന്റ് ആകുന്ന ആദ്യ വിദേശി ചോദിച്ചിട്ടുണ്ട്, ജോർജ് യൂൾ ആണ്. ദെൻ അഞ്ചാമത്തത് 1889 ബോംബെയിൽ വെച്ച് സമ്മേളനം നടക്കുന്നു. വില്യം വെഡർബേൺ ആണ് INC പ്രസിഡന്റ് ആകുന്നത്. INC പ്രസിഡന്റ് ആകുന്ന രണ്ടാമത് ഇംഗ്ലീഷുകാരൻ വില്യം വെഡർബേൺ. ഓക്കെ, ഇത് അഞ്ചും മോസ്റ്റ് ഇമ്പോർട്ടന്റ് ആണ്. WC ബാനർജി INCയുടെ സ്ഥാപക പ്രസിഡന്റ് അല്ലെങ്കിൽ ആദ്യ പ്രസിഡന്റ്. 1886 സെഷൻ കൽക്കട്ടയിൽ നടന്നു. ദാദാഭായ് നവറോജി ആയിരുന്നു അതിന്റെ പ്രസിഡന്റ്. ആദ്യത്തെ പാഴ്സി പ്രസിഡന്റ് എന്ന് പറയാം. 1887 ആദ്യമായിട്ട് INC സമ്മേളനം ഒരു സൗത്ത് ഇന്ത്യയിൽ വെച്ച് നടക്കുന്നു. ബദ്രുദ്ദീൻ തിയാബ്ജി INCയുടെ ആദ്യത്തെ മുസ്ലിം പ്രസിഡന്റ് ആണ്. 1888 അലഹബാദിൽ വെച്ച് സമ്മേളനം നടക്കുന്നു. ആദ്യ വിദേശി പ്രസിഡന്റ് ആയതാണ് ജോർജ് യൂള്. നെക്സ്റ്റ് 1889 ബോംബെയിൽ വെച്ച് സമ്മേളനം നടക്കുന്നു. വില്യം വെഡർബേൺ ആണ് പ്രസിഡന്റ്. ഈ അഞ്ചും മസ്റ്റ് ആയിട്ടും പഠിക്കണം. പ്രീവിയസ് ക്ലാസ് ഞാൻ കമന്റ് ബോക്സിൽ പിൻ ചെയ്തിട്ടിരിക്കുന്ന മസ്റ്റ് ആയിട്ടും കാണണം, കാരണം ഓരോ ലീഡേഴ്സിനെ പറ്റി ഞാൻ ഡീറ്റെയിൽ ആയിട്ട് അവിടെ പറയുന്നുണ്ട്. ഇൻ കേസ് PSC എക്സാമിനേഷൻ അവരെ കുറിച്ചൊക്കെ ചോദ്യം ചോദിച്ചാൽ കയ്യിൽ നിന്ന് മാർക്ക് പോകാതിരിക്കാൻ അവ നോക്കണം കേട്ടോ. നോക്കൂ, 1891 നാഗ്പൂരിൽ വെച്ചിട്ടാണ് INC സമ്മേളനം നടക്കുന്നത്. INCയുടെ പ്രസിഡന്റ് ആയിരുന്നത് P. ആനന്ദചാർലു. പ്രത്യേകത എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒരു സൗത്ത് ഇന്ത്യൻ ദക്ഷിണേന്ത്യക്കാരനാകുന്ന ആദ്യ INC പ്രസിഡന്റ് ആണ് P. ആനന്ദചാർലു. ദക്ഷിണേന്ത്യക്കാരനാകുന്ന ആദ്യ INC പ്രസിഡന്റ് P. ആനന്ദചാർലു. ദെൻ 1896 കൽക്കട്ടയിൽ വെച്ചിട്ടാണ് INC സമ്മേളനം നടന്നത്. പ്രസിഡന്റ് റഹ്മത്തുള്ള സയാനി ആയിരുന്നു. ഈ സെഷന്റെ പ്രത്യേകത എന്ന് പറയുന്നത് നമ്മുടെ നാഷണൽ സോങ്, ദേശീയ ഗീതമായിട്ടുള്ള വന്ദേ മാതരം ആദ്യമായിട്ട് ആലപിച്ച INC സെഷൻ. ചോദിച്ചിട്ടുണ്ട് ക്വസ്റ്റ്യൻസ്. 1896 കൽക്കട്ട സെഷനിൽ വെച്ചിട്ടാണ് വന്ദേ മാതരം ആദ്യമായിട്ട് ആലപിക്കുന്നത്. പ്രസിഡന്റ് ആരായിരുന്നു? റഹ്മത്തുള്ള സയാനി ആയിരുന്നു എന്ന് ഓർക്കുക. അടുത്തത് നമ്മൾ പഠിക്കണം 1897 മോസ്റ്റ് ഇമ്പോർട്ടന്റ് ആണ്. 1897 INC സമ്മേളനം നടക്കുന്നത് അമരാവതിയിൽ വെച്ചിട്ടാണ്. ഇതിന്റെ ഇമ്പോർട്ടൻസ് എന്താന്ന് ചോദിച്ചാല്, മലയാളിയായ C. ശങ്കരൻ നായരാണ് INC പ്രസിഡന്റ് ആകുന്നത്. PSC പല രീതിയിൽ ചോദിച്ചിട്ടുണ്ട്. C. ശങ്കരൻ നായർ പ്രസിഡന്റായ INC സമ്മേളനം നടന്ന വർഷം. C. ശങ്കരൻ നായർ പ്രസിഡന്റായ INC സമ്മേളനം നടന്നത് എവിടെ? 1897 INC സമ്മേളനത്തിന്റെ പ്രസിഡന്റ് ആര്? INC പ്രസിഡന്റായ ആദ്യ മലയാളി അല്ലെങ്കിൽ INC പ്രസിഡന്റായ മലയാളി. ഇങ്ങനെയൊക്കെ PSC ചോദിച്ചിട്ടുണ്ട്, പഠിക്കണം. 1897 സെഷൻ നടന്നത് അമരാവതിയിലെ പ്രസിഡന്റ് C. ശങ്കരൻ നായർ. നെക്സ്റ്റ് 1901 കൽക്കട്ടയിൽ വെച്ചിട്ടാണ് INC സമ്മേളനം നടക്കുന്നത്. പ്രസിഡന്റ് ആരായിരുന്നു? ദിൻഷായി വാച്ച. എന്തിനാണ് ഇതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഓർത്തു വെക്കുക, ഗാന്ധിജി പങ്കെടുത്ത ആദ്യ INC സമ്മേളനം, മഹാത്മാഗാന്ധി പങ്കെടുത്ത ആദ്യ INC സമ്മേളനം 1901 കൽക്കട്ട സമ്മേളനമാണെന്ന് മനസ്സിലാക്കുക. എന്റെ പ്രീവിയസ് ഇയർ ക്ലാസ് കമന്റ് ബോക്സിൽ ഇട്ടത് മസ്റ്റ് ആയിട്ടും കാണണം കേട്ടോ. ദെൻ 1905 സെഷൻ നടന്നത് ബനാറസിലാണ്. INC പ്രസിഡന്റ് ആയത് ആരാണ്? ഗോപാലകൃഷ്ണ ഗോഖലെ. ഓക്കെ, ഇത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. 1891 നാഗ്പൂർ സെഷൻ P. ആനന്ദചാർലു, ഫസ്റ്റ് സൗത്ത് ഇന്ത്യൻ. 1896 കൽക്കട്ട റഹ്മത്തുള്ള സയാനി വന്ദേ മാതരം ആദ്യമായി ആലപിച്ചു. 1897 അമരാവതി C. ശങ്കരൻ നായർ INC പ്രസിഡന്റായ ആദ്യ മലയാളി. 1901 കൽക്കട്ട സെഷൻ ദിൻഷായി വാച്ച പ്രസിഡന്റ്. ഗാന്ധിജി പങ്കെടുത്ത ആദ്യ INC സമ്മേളനം.
1905 ബനാറസ്, ഗോപാലകൃഷ്ണ ഗോഖലെ. ഗാന്ധിജിയുടെ രാഷ്ട്രീയ ഗുരുവാണ് ഗോപാലകൃഷ്ണ ഗോഖലെ. അതുപോലെ തന്നെ മിതവാദികളുടെ നേതാവാണ്. മോസ്റ്റ് ഇമ്പോർട്ടന്റ്, പഠിക്കണം. ഇനി പഠിക്കേണ്ടത് 1906 ആണ്. 1906 INC സമ്മേളനം നടക്കുന്നത് കൽക്കട്ടയിലാണ്. ദാദാഭായ് നവറോജി ആയിരുന്നു INCയുടെ പ്രസിഡന്റ്. പ്രത്യേകത എന്താണെന്ന് വെച്ചാല് സ്വരാജ് അല്ലെ, സ്വരാജ് എന്നൊരു ആശയം മുന്നോട്ട് കൊണ്ടുവന്ന INC സമ്മേളനം, അല്ലെങ്കിൽ ഇന്ത്യയുടെ ലക്ഷ്യം സ്വരാജ് ആണ് എന്ന് പ്രഖ്യാപിച്ചത് 1906 കൽക്കട്ട INC സമ്മേളനത്തില് ദാദാഭായ് നവറോജി അധ്യക്ഷനായിരിക്കുമ്പോഴാണ്. അപ്പൊ അതുകൊണ്ട് അത് പഠിക്കണം. സ്വരാജ് എന്നതുമായിട്ട് ബന്ധപ്പെടുത്തി ഓർത്തു വെച്ച് പഠിക്കണം. അടുത്തത് 1907 സൂററ്റ്, റാഷ് ബിഹാരി ഘോഷ് ആയിരുന്നു INCയുടെ പ്രസിഡന്റ്. നിങ്ങൾക്കറിയാം 1907 സൂററ്റ് സ്പ്ലിറ്റ് നടക്കുന്നത്. കോൺഗ്രസ് മിതവാദികളെന്നും തീവ്രവാദികളെന്നും രണ്ടായിട്ട് പിരിഞ്ഞ കോൺഗ്രസ് സമ്മേളനമായിരുന്നു 1907 റാഷ് ബിഹാരി ഘോഷ് അധ്യക്ഷനായിട്ടുള്ള സൂററ്റ് സമ്മേളനം. തൊട്ടടുത്ത വർഷം കൂടി ഓർത്തു വെക്കാൻ എളുപ്പമാണ്. 1908 അധ്യക്ഷൻ റാഷ് ബിഹാരി ഘോഷ് തന്നെ. സമ്മേളനം നടന്നത് മദ്രാസിലാണ്. നമുക്ക് നോക്കിയാൽ അറിയാം, അടുപ്പിച്ച് ആദ്യമായി 2 തവണ INC പ്രസിഡന്റ് ആകുന്ന വ്യക്തിയാണ് റാഷ് ബിഹാരി ഘോഷ്. ആദ്യമായിട്ടാണ് ഒരു വ്യക്തി തൊട്ടടുത്തടുത്ത വർഷങ്ങളിൽ INC പ്രസിഡന്റ് ആവുന്നത്. അതാണ് അതിന്റെ ഇമ്പോർട്ടൻസ്. ദെൻ 1911 പഠിക്കണം. കൽക്കട്ടയിൽ വെച്ചാണ് INC സമ്മേളനം നടക്കുന്നത്. അധ്യക്ഷം വഹിച്ചത് ആരാണ്? BN ധർ ആണ്. ഇമ്പോർട്ടൻസ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇന്ത്യയുടെ നാഷണൽ ആന്തം ആദ്യമായിട്ട് ആലപിക്കുന്നത് 1911 കൽക്കട്ട സെഷനിൽ വെച്ചിട്ടാണ്. നമ്മുടെ ദേശീയ ഗാനമായിട്ടുള്ള ജനഗണമന ആദ്യമായി ആലപിക്കുന്നു. അടുത്തത് 1912 അറിയുക. ബംഗിപ്പൂരിലാണ് സമ്മേളനം. RN മുതോൽക്കർ ആയിരുന്നു INC പ്രസിഡന്റ്. ഇമ്പോർട്ടൻസ് എന്താന്ന് വെച്ചാൽ ജവഹർലാൽ നെഹ്റു ആദ്യമായിട്ട് INCയിൽ പങ്കെടുത്തു, അല്ലെങ്കിൽ INC സമ്മേളനത്തിൽ പങ്കെടുത്ത സമ്മേളനമാണ് 1912 ബംഗിപ്പൂർ സമ്മേളനം. അപ്പൊ ഓർക്കുക, 1906 കൽക്കട്ട ദാദാഭായ് നവറോജി, 1907 സൂററ്റ് ആരാണ്? റാഷ് ബിഹാരി ഘോഷ്, 1908 എവിടെയാണ്? മദ്രാസില് റാഷ് ബിഹാരി ഘോഷ്, 1911 കൽക്കട്ട BN ധർ, 1912 ബംഗിപ്പൂർ ആരാണ്? മുതോൽക്കർ ആണ് INC പ്രസിഡന്റ്. ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ, പഠിക്കണം. നെക്സ്റ്റ് 1916 ലക്നൌവിൽ വെച്ചിട്ടാണ് INC സമ്മേളനം നടക്കുന്നത്. പ്രസിഡന്റ് AC മജുംദാർ. ലക്നൗ നിങ്ങൾക്കറിയാൻ ലക്നൗ പാക്ട് നടക്കുന്നു അല്ലെ. ലക്നൗ പാക്ട് എന്താന്നൊക്കെ ഞാൻ പഴയ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾ പഴയ നമ്മുടെ ഈ INCയുടെ സെഷൻ എടുത്തത് നോക്കണം, അതിനകത്ത് വിശദമായിട്ട് പറയുന്നുണ്ട്. അപ്പൊ 1916 പഠിക്കണം. ലക്നൌവിലാണ് INC സമ്മേളനം നടക്കുന്നത്. 1917 നമ്മൾ പഠിക്കേണ്ടതാണ്. കൽക്കട്ടയിൽ വെച്ച് INC സമ്മേളനം നടക്കുന്നു. ആനി ബസന്റ് ആണ് പ്രസിഡന്റ്. INCയുടെ പ്രസിഡന്റ് ആകുന്ന ആദ്യ വനിതയായിരുന്നു ആനി ബസന്റ്. നെക്സ്റ്റ് 1924 പഠിക്കണം. സെഷൻ നടക്കുന്നത് ബെൽഗാമില്. INC പ്രസിഡന്റ് മഹാത്മാഗാന്ധി. കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഗാന്ധിജി INC പ്രസിഡന്റ് ആകുന്ന ആദ്യമായിട്ട് INC പ്രസിഡന്റ് ആകുന്ന ബെൽഗാം 1924 INC സെഷനിലാണ്. ദെൻ 1925 പഠിക്കണം. കാൺപൂരില് സരോജിനി നായിഡു ആയിരുന്നു പ്രസിഡന്റ്. റീസൺ നിങ്ങൾക്കറിയാം, INC പ്രസിഡന്റ് ആകുന്ന ആദ്യ ഇന്ത്യൻ വനിതയാണ് സരോജിനി നായിഡു. പഠിക്കണം. INC പ്രസിഡന്റായ ആദ്യ വനിത ആനി ബസന്റ്, INC പ്രസിഡന്റായ ആദ്യ ഇന്ത്യൻ വനിത സരോജിനി നായിഡു. അടുത്തത് 1929 പഠിക്കണം. ലാഹോറിലാണ്. ജവഹർലാൽ നെഹ്റു ആണ് INC പ്രസിഡന്റ്. ജവഹർലാൽ നെഹ്റു INC പ്രസിഡന്റ് ആകുന്നത് ആദ്യമായിട്ട് 1929 ലാഹോർ സെഷനിലാണ്. പൂർണ്ണ സ്വരാജ് ഡിക്ലെയർ ചെയ്യുന്നത് ലാഹോർ സെഷനിലാണ്. ഇത് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പഴയ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ട്, നോക്കണം. ദെൻ 1931 കറാച്ചി INC സമ്മേളനം നടക്കുന്നു. സർദാർ വല്ലഭായ് പട്ടേൽ ആയിരുന്നു കോൺഗ്രസിന്റെ അധ്യക്ഷൻ. ഇപ്പൊ സർദാർ വല്ലഭായ് പട്ടേൽ ആദ്യമായിട്ട് കോൺഗ്രസ് അധ്യക്ഷനാകുന്നത് 1931 കറാച്ചി സെഷനിലാണ്. ഇത് ഇത്രയും പഠിക്കേണ്ടതാണ് കേട്ടോ. നെക്സ്റ്റ് 1937 ഫൈസ്പൂർ വെച്ചിട്ട് കോൺഗ്രസ് സമ്മേളനം നടക്കുന്നു. ജവഹർലാൽ നെഹ്റു ആണ് അധ്യക്ഷൻ. ഇമ്പോർട്ടൻസ് എന്താന്ന് ചോദിച്ചാല് ആദ്യമായിട്ടാണ് കോൺഗ്രസ് സമ്മേളനം ഒരു ഗ്രാമത്തിൽ വെച്ച് നടക്കുന്നത്. അത് ഓർത്ത് വെക്കുക. ഞാൻ ഇടയ്ക്കിടയ്ക്ക് പറയാണ്, മുൻവർഷം ഞാനായിട്ട് പറഞ്ഞ ക്ലാസ്സിൽ അത് കാണണം. ഞാൻ കമന്റ് ബോക്സിൽ പിൻ ചെയ്തിട്ടുണ്ട്, മസ്റ്റ് ആയിട്ടും കാണണം കേട്ടോ. നെക്സ്റ്റ് 1939 ത്രിപുരയിൽ വെച്ചിട്ടാണ് സമ്മേളനം. സുഭാഷ് ചന്ദ്രബോസ് ആയിരുന്നു INC പ്രസിഡന്റ്. ഇമ്പോർട്ടൻസ് മോസ്റ്റ് ഇമ്പോർട്ടന്റ് ആണ്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൽ ആദ്യമായിട്ട് തെരഞ്ഞെടുപ്പിലൂടെ വന്ന പ്രസിഡന്റ് ആണ് സുഭാഷ് ചന്ദ്രബോസ്. അതായത്
സ്ഥാനാർത്ഥികളെ നിർത്തി ഗാന്ധിജി സ്ഥാനാർത്ഥിയായിട്ട് ഗാന്ധിജിയെ റെപ്രസെന്റേറ്റീവായിട്ട് നിർത്തിയിരുന്ന പട്ടാഭി സീതാരാമയ്യെ തോൽപ്പിച്ചുകൊണ്ടാണ് സുഭാഷ് ചന്ദ്രബോസ് INC പ്രസിഡന്റ് ആവുന്നത്. തെരഞ്ഞെടുപ്പിലൂടെ INC പ്രസിഡന്റായ ആദ്യ വ്യക്തി സുഭാഷ് ചന്ദ്രബോസ്. അടുത്തത് 1946 പഠിക്കണം. മീററ്റിലാണ് സമ്മേളനം. ആചാര്യ കൃപലാനിയായിരുന്നു പ്രസിഡന്റ്. പ്രത്യേകത, ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടുന്നതിന് തൊട്ടു മുൻപുള്ള INC സമ്മേളനം. അടുത്തത് 1947 സമ്മേളനം നടന്നില്ല. 48 ജയ്പൂർ വെച്ചാണ് സമ്മേളനം. പ്രസിഡന്റ് പട്ടാഭി സീതാരാമയ്യ. ഇന്ത്യ സ്വാതന്ത്ര്യം നേടിയതിനു ശേഷമുള്ള ആദ്യ INC സമ്മേളനം. ദെൻ 1955 പഠിക്കണം. ആവടി സമ്മേളനം. UN ദബാറാണ് അധ്യക്ഷൻ. പ്രത്യേകത, സോഷ്യലിസമാണ് കോൺഗ്രസിന്റെ ലക്ഷ്യം എന്ന് പറഞ്ഞ സമ്മേളനമായിരുന്നു 1955 ആവടി സെഷൻ. മോസ്റ്റ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ് പറഞ്ഞത്. വിട്ടുകളയരുത്, പഠിക്കണം. നിങ്ങളുടെ 1 മാർക്ക് നിങ്ങളായിട്ട് കളയരുത് കേട്ടോ. അപ്പൊ ഈ 150 ടോപ്പിക്സ് അത്രത്തോളം ഇമ്പോർട്ടൻസ് ഉള്ളതാണ്. പഠിക്കുക. അടുത്ത സെഷനിൽ കാണാം. താങ്ക്